Hello guys, welcome back to my YouTube channel Mr. Ogi S World. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ ഓഗി. നമ്മൾ ഇന്നൊരു പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ പേരാണ് പ്രിസൺ എസ്കേപ്പ് സിമുലേറ്റർ. ഈ ഗെയിം നമ്മൾ ഒരു ജയിലിലുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഗൈസ്. എന്താ ഇങ്ങനെ കുഴി ഒഴിച്ചിട്ടായിട്ട് രക്ഷപ്പെടണം ഗൈസ്. അങ്ങനെ തോന്നി നമുക്ക് ഇവിടെ ഒരു എന്താ നോക്കാം. അവിടെ നമുക്ക് ലെറ്റർ ഉണ്ട്. ഗൈസ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ കാർപ്പറ്റ് മാറ്റിയിട്ട് ഇത് ഇവിടെ കുഴിച്ച് പോയാൽ നമ്മളൊരു അബാൻഡായി കിടക്കുന്ന ഒരു ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ടണലെത്തും ഗൈസ്. ആ ടണലിൽ കൂടെ നമുക്ക് പോയാൽ നമുക്ക് പുറത്തെത്താം ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് നമുക്ക് പുറത്തെത്താം ഗൈസ്. അപ്പം നമ്മൾ ഇത് എങ്ങനെയെങ്കിലും പുറത്തെത്തണം. അത് നമുക്കിത് മാറ്റണം. അത് ഈ കാർപ്പറ്റ് മാറ്റിയ ശേഷം നമുക്ക് കുഴിക്കാൻ തുടങ്ങും ഗൈസ്. ഇത് കുഴിക്കണമെന്ന് ഇത് പൊട്ടിക്കണം ഗൈസ്. ഓ യു നീഡ് ചെയർ ടു ബ്രേക്ക്. ഇത് ഈ കസേര എടുത്തിട്ട് നമ്മൾ പൊട്ടിക്കണം ഗൈസ്. കസേര എടുത്ത് എല്ലാം തച്ച് പൊട്ടിക്കണം ഗൈസ്. എല്ലാം തച്ച് പൊട്ടിട്ട് ഗൈസ്. ഇവിടുത്തെ മണ്ടന്മാരാന്ന് തോന്നുന്നു ഇവിടുത്തെ പോലീസുകാരണം. അല്ലെങ്കിൽ ഈ സാധാരണ ഇതെല്ലാം പൊട്ടിക്കുന്ന ഒച്ചട്ടല്ലേ ഗാർഡ്സ് എല്ലാം വരണ്ടല്ലേ. ഇത് പൊട്ടിക്കുന്ന ഒച്ചട്ടൊന്നും ഗാർഡ് വരില്ല എന്ന് തോന്നുന്നു ഗൈസ്. ഇവിടുന്ന് ഒരു സ്പൂണ് കിട്ടിയിട്ടുണ്ട്. ഈ സ്പൂൺ കൊണ്ടാണ് നമ്മൾ കുഴിക്കണ്ട്. ഇത് കുഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ദിവസം എടുക്കേണ്ടി വന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഒരു കൊല്ലാട്ടിടക്കിട്ട് കുഴിച്ച് തീരുമ്പോഴത്തേക്ക് ഇത് അത്ര കുഴിക്കണം. ഇതിനോട് ഞാൻ ഏകദേശം ഒരു എത്രയോ മീറ്റർ കുടിക്കണം ഗൈസ്. എന്നാലേ നമുക്കിത് അവിടെ എത്തത്തുള്ളൂ. അത് ആ ടണലിൻ്റെ അടുത്ത് എത്തത്തുള്ളൂ. ഇതെല്ലാം നമുക്ക് കുഴിച്ച് ലെവലാക്കാം ഗൈസ്. ഓക്കെ, കുഴിച്ചിട്ടുണ്ട്, ഏകദേശം കുഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം ഈ കുഴിക്കുന്നതോടൊപ്പം എന്തെല്ലാം കിട്ടുന്നുണ്ട് ഗൈസ്. എന്തൊക്കെയോ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഏകദേശം ഇതെല്ലാം ഞാൻ കുഴിച്ചൊന്ന് ലെവലാകട്ടെ ഗൈസ്. ഇത് ഫുള്ളൊന്ന് ലെവലിൽ നമുക്ക് ഫുള്ള് കുഴിക്കാം. അപ്പോൾ എനർജി കഴിഞ്ഞ് ഗൈസ്. ഇത് കുഴിക്കാനുള്ള എനർജി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സാധനം ഈ മേശമ കൊണ്ട് വെക്കാനാണ് പറഞ്ഞു. അതിനെപ്പറ്റി ഇത് മടക്കണം ഗൈസ്. ഇത് നമുക്ക് ഇവിടെ എന്തോ കൂടി ഉണ്ടല്ലോ സോപ്പ്. നമുക്കിത് ഇങ്ങനെ മൂടി വെക്കണം ഗൈസ്. ഇല്ലെങ്കിൽ ഗാർഡ് വന്ന് പിടിക്കപ്പെട്ടാലോ. അതുകൊണ്ട് ഓക്കെ, നമുക്ക് ഇതെല്ലാം ഇവിടെ വെക്കാം. എന്നിട്ട് ഈ ടൂള് ബെഡിൻ്റെ അടിയിൽ കൊണ്ട് വെക്കണം. ഇവിടെ ചെയ്തിട്ട് ഈ മണ്ണെടുത്ത് കളയണം ഗൈസ്. ഈ മണ്ണെടുത്ത് നമ്മൾ ഇവിടെ കളയേണ്ടത് ഗൈസ് ഈ കക്കൂസിൻ്റെ ഉള്ളിലേക്കാണ് കളയേണ്ടത് ഗൈസ്. നല്ല സ്ഥലത്താണ് നമ്മൾ കളയേണ്ടത് ഗൈസ്. ഇത് നല്ല സ്ഥലത്താണ് ഞാൻ കളയുന്നത്. കക്കൂസിൻ്റെ ഉള്ളിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഗാർഡ് കാണും. ഇതിങ്ങനെ മണ്ണ് പറഞ്ഞേക്കുന്നത്. എന്നാട് നമ്മളെ പിടിച്ചിക്കൊണ്ടുപോകും ഗൈസ്. പിന്നെ നമുക്ക് രക്ഷപ്പെടാനേ പറ്റത്തില്ല ഗൈസ്. ഈ സ്ഥലം മാറ്റിയിട്ടൊന്നും നമുക്ക് രക്ഷപ്പെടാനേ പറ്റത്തില്ല. ഗാർഡിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ഗാർഡിനെ വിളിച്ചിട്ട് നമുക്ക് ഇതെല്ലാം വിൽക്കണമായിരിക്കും. ഗാർഡ് നമുക്ക് എന്തൊക്കെ തരും. സെൽ ഐറ്റംസ് 16 ഓക്കെ, 16 തരും. 16 ടോയ്ലറ്റ് പേപ്പർ തരാറുണ്ട് ഗൈസ്. ഓക്കെ, 16 ടോയ്ലറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 30 സെക്കൻഡിനുള്ളിൽ ഇയാൾ തിരിച്ചു വരും. അപ്പോഴത്തേക്ക് ഇവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മണിക്കേണ്ടി വരും. ഇവരെന്തോ തരുന്നുണ്ട് ഗൈസ്. ഇവരുടെ അടുത്ത് നിന്ന് മണിക്കേണ്ടി എനർജി ഫുള്ളാകാൻ നിൽക്കണം. അതിനെന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ഇയാളെ ചങ്ങായി 3 ടിഷ്യൂ പേപ്പറിൻ്റെ 3 ടോയ്ലറ്റ് പേപ്പറിൻ്റെ ഒരു ഫുഡ് തരാറുണ്ട്. അപ്പോൾ ഫുഡ് കിട്ടിയിട്ട് എനർജി ഫുള്ളായിട്ടുണ്ട്. ഗാർഡ് വരുന്നുണ്ട് ഗൈസ്. ഇപ്പം 10 സെക്കൻഡിനുള്ളിൽ ഗാർഡ് വരും ഗൈസ്. ഇപ്പം വരും ഗൈസ്. ഗാർഡ് ഈസ് കമ്മിങ്. ഗാർഡ് വരുമ്പോഴത്തേക്ക് അവർ വർക്കൗട്ട് തുടങ്ങി ഗൈസ്. ഗാർഡ് വരുമ്പോൾ കണ്ട അവരെല്ലാവരും വർക്കൗട്ട് തുടങ്ങി ഗൈസ്. എന്താ അല്ലേ. ഇപ്പം ഗൈസ് ഗാർഡ് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും കുടിക്കാൻ തുടങ്ങാം ഗൈസ്. ഇനി ഗാർഡ് 2 മിനിറ്റുള്ളിൽ വരും. നമുക്ക് ഏകദേശം കുറച്ച് കുഴിച്ച് വെക്കാം. കുറച്ച് കുഴിച്ചാൽ ഗൈസ്. അപ്പോഴത്തേക്ക് സമയം ആവും. ഇതെല്ലാം ഒന്ന് കുഴിച്ച് ലെവലാക്കട്ടെ.
വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 90% ആൾക്കാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക പ്ലീസ്. ആൻഡ് ഡു ലൈക്ക് ആൻഡ് സപ്പോർട്ട് മീ. ഈ വീഡിയോയ്ക്ക് വെക്കുന്ന ലൈക്ക് ടാർഗറ്റ് പരമാവധി 2000 ലൈക്സ് ആണ് ഗൈസ്. എല്ലാവരും ലൈക്ക് അടിച്ച് പവർ കാണിക്കുക ഗൈസ്. 2000 ലൈക്കിൽ കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ലൈക്ക് അടിച്ച് പവർ കാണിക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഏകദേശം കുഴിച്ചാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഞാനൊരു കുഴിച്ചിട്ട് ഇതെല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ഒരിക്കത് ഇന്ന് കാലത്ത് സാധനം ഒരു പ്രാവശ്യം ഞാൻ വിറ്റിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് എനർജി ബാർ ഫുള്ളാക്കിയിട്ടുണ്ട് പാല് കുടിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ആദ്യം ഇത് ഫുള്ളാണ് ഗൈസ് ഏകദേശം. ഞാനിത് ഇനി എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. നമുക്ക് കാണണ്ട ഒരു ബെഞ്ച് പ്രസ് അടിക്കാനൊരു സാധനമുണ്ട്. ഇതടിച്ചാൽ നമുക്ക് സംഭവിച്ച് നോക്കാം. ഈ ബെഞ്ച് പ്രസ് അടിച്ചാൽ സംഭവിച്ച് നോക്കാം ഗൈസ്. നമ്മുടെ എനർജി മാക്സിമം കൂടിയിട്ടുണ്ട് ഗൈസ്. ഒന്നും കൂടി ബെഞ്ച് പ്രസ് ചെയ്യാം. 2 ഇത് വെച്ച് നമുക്ക് കൂടിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും കൂടിയിട്ടുണ്ട് ഗൈസ്. ഒരു 2 കട്ട വെച്ചിട്ട് നമുക്ക് ഇനി നമുക്ക് ഇവിടെ പോയിട്ട് സോപ്പ് കൊടുക്കും ഗൈസ്. ഇത് നമുക്ക് ഫുഡ് കഴിക്കാം. നമുക്ക് സൂപ്പാണ് ഗൈസ്. ഇനി നമുക്ക് സമയമുണ്ട് അത്ര. നമുക്ക് ഇവിടെ വീണ്ടും ബെഞ്ച് പ്രസ് അടിക്കാം. 90 കിലോ ഇട്ടിട്ട് നമ്മൾ ബെഞ്ച് പ്രസ് അടിക്കുന്നത് ഗൈസ്. 90 കിലോ ബെഞ്ച് പ്രസ് ഒന്നും കൂടി നമുക്ക് ചെയ്യാം. ഇപ്പോൾ 95 കിലോ ആക്കിയിട്ടുണ്ട്. 95 കിലോ വീണ്ടും കൂടിയിട്ടുണ്ട് ഗൈസ്. ഒരിക്കലും കൂടി നമുക്ക് ചെയ്യാം. അപ്പം 100 കിലോ ഇട്ടിട്ട് ഗൈസ്. 100 കിലോ ഇട്ടിട്ട് നമ്മൾ ബെഞ്ച് പ്രസ് അടിക്കുന്നത് ഗൈസ്. 100 കിലോ ഇട്ടിട്ടാണ് നമ്മൾ ബെഞ്ച് പ്രസ് അടിക്കുന്നത് ഗൈസ്. ഇത് വല്ലാത്ത പണി തന്നെയാണ്. കുറേ സമയം ഞാൻ ടാപ്പ് ചെയ്തിട്ടാണ് ഈ ബെഞ്ച് പ്രസ് കംപ്ലീറ്റ്. അയ്യോ കുറേ സമയം ഞാൻ എടുത്ത് ടാപ്പ് ചെയ്താക്കാൻ. $3 എടുത്ത് എനർജി ഡ്രിങ്ക് കിട്ടും. അത് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. $3 എടുത്ത് എനർജി ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ട്. ഒരു എനർജി ഡ്രിങ്ക് കൂടി മേടിച്ചിട്ടുണ്ട്. കളിക്കുന്നുണ്ട് ഗൈസ്. 2 എനർജി ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ട്. ഒന്നുകൂടി മണിക്കാം ഗൈസ്. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. ഇതാരാ? റിച്ച് മാൻ. ഇയാളെ ഗൈസ് ഇയാളെ ഒരു കണ്ണാടിയിലോട്ടിട്ട് നമുക്ക് ഗൈസ് സ്വർണത്തിൻ്റെ ടോയ്ലറ്റ് ഗൈസ്. ഇയാളെന്തോ ചാലഞ്ച് തരാൻ പറഞ്ഞിട്ട്. ഓക്കെ അയാൾക്ക് നമുക്ക് സോപ്പ് കൊണ്ട് കൊടുക്കണം ഗൈസ്. അയാൾക്ക് നമ്മൾ സോപ്പ് കൊണ്ട് കൊടുത്താൽ അയാൾ $5 നമുക്ക് തരും ഗൈസ്. $5 പൈസ ആയിരുന്നു ഗൈസ്. $5. ഓക്കെ കാർഡ് വരുന്നുണ്ട് നമ്മുടെ സെല്ലടക്കാൻ. ഓക്കെ കാർഡ് വന്നു. സെല്ലിപ്പോൾ അടക്കും ഗൈസ്. ഓക്കെ കാർഡിന് ഒന്നുമില്ല കാർഡേ. നമുക്കിത് വീണ്ടും കുടിക്കാൻ തുടങ്ങും ഗൈസ്. ഒന്നുമേ ഇല്ല. നമുക്ക് ടൂൾ എടുത്തിട്ട് ഇതെല്ലാം കുഴിച്ച് പോവാം. എനർജി ലോ ആകുമ്പോൾ നമുക്ക് ഏത് കുടിച്ചാൽ മതി ഗൈസ്. അപ്പോൾ വീണ്ടും എനർജി ഫുള്ളായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിങ്ങനെ കുഴിച്ച് പോകണം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കും ഗൈസ്. 15 minutes later. എനർജി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്കിത് ഇതിനുള്ള കഷ്ടപ്പെട്ടിട്ട് ഞാൻ കയറിയെന്ന ഗൈസ്. നമുക്ക് ടൂൾ ഹൈഡ് ചെയ്തിട്ട് മണ്ണ് വീണ്ടും കൊണ്ട് അവിടെ ഇടണം. സ്റ്റക്കായി ഗൈസ്. ഇതൊക്കെ എങ്ങനെ കളാവും. ഭാഗ്യം അത് കളഞ്ഞു. ഈ കാറ്റേ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ച് തൂക്കിക്കൊന്നേനെ ഗൈസ്. ആ പെണ്ണമ്പുള്ള ആ ചങ്ങായി വന്നിട്ട് കണ്ടാൽ, ആ പോലീസുകാരൻ വന്ന് കണ്ടാൽ എന്നെ കൊല്ലും ഗൈസ്. തൂക്കിക്കൊല്ലും ഉറപ്പാണ്. ഗാർഡ് വരുന്നുണ്ട് ഗൈസ്. ഉണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇപ്പം ഏകദേശം 5 മണിയായിട്ടുണ്ട് ഗൈസ്. 10 മണിക്ക് നമ്മുടെ സെല്ലിൽ ലൈറ്റെല്ലാം ഓഫാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ മുകളിൽ ഇവിടെ ടൈം കാണുന്നുണ്ട് ഗൈസ്. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഡേ 1 അത്ര ഗൈസ്. നമ്മൾ
ഇത്ര ടോയ്ലറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഒക്കെ അയാൾ പോയിട്ട് വരാറുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്നാ കിട്ടുക. ഓക്കെ, ഓഫ്, അവിടെ അത് ഫുള്ളായിട്ടുണ്ട്. ഷവ്വലിന് ഓ ഇത് 30 വേണം ഗൈസ്. 30 ടോയ്ലറ്റ് പേപ്പറിന് നമുക്ക് ഷവ്വൽ കിട്ടും. പിന്നെ ഒരു 50 ഉണ്ടെങ്കിൽ ഒരു ബാഗ് കിട്ടും. 50 ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വേറെ എന്താ കിട്ടും. പിന്നെ നമുക്ക് കിട്ടും ഗൈസ് ഫുഡ്. ഇപ്പോഴത്തെ കയറുണ്ട് ഗൈസ്, അതിനൊരു 50 ടോയ്ലറ്റ് പേപ്പറായിട്ടാണ് വേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഗാർഡ് വരുന്നതുകൊണ്ട് ഞാൻ വേഗം കയറിയിട്ടുണ്ട്. പിടിക്കപ്പെട്ടാൽ കയ്യിലെ ഗൈസ് നമുക്ക് കഷ്ടപ്പെട്ടതല്ല വെറുതെ ആകാൻ ചാൻസ് ഉണ്ട്. ഗാർഡ് പോയിട്ടുണ്ട് ഗൈസ്. അത് അടുത്ത പ്രാവശ്യം കൊടുക്കാം നമുക്ക് ഗൈസ്. അതെ, വീണ്ടും കുഴിക്കാൻ തുടങ്ങാം. ഗൈസ് ഒരു 15 മീറ്റർ വരെ ഇന്ന് വേഗം കുഴിച്ചെടുക്കണം ഗൈസ്. ഒരു 15 മീറ്റർ ഞാൻ ഇത് കുഴിച്ച് കംപ്ലീറ്റ് ആക്കണം ഗൈസ്. ഗൈസ് എന്തോ ഒരു എപ്പിക് സാധനം കിട്ടിയിട്ടുണ്ട്. എന്തോ സ്റ്റാർ വരെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എനർജി ചെയ്യുന്നുണ്ട് ഗൈസ്. ഏതായാലും ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് കൊണ്ട് കളഞ്ഞിട്ട് ഈ മണ്ണ് കൊണ്ട് അതിലിട്ട് നമുക്ക് ഗാർഡിനെ പിടിക്കാം ഗൈസ്. ഗാർഡ് വരാൻ ഇനി 50 സെക്കൻഡ് ഉണ്ടായി ഗൈസ്. പക്ഷെ നമ്മൾ എനർജി കഴിഞ്ഞ് പോയി. അതുകൊണ്ട് നമുക്കിത് കളക്ട് ചെയ്ത് നമുക്ക് കൊണ്ട് കളയാം ഗൈസ്. ഓക്കെ, ഗാർഡിനെ വീണ്ടും വിളിക്കാം. ഗാർഡ് വന്നിട്ടുണ്ട്. ഗാർഡിൻ്റെ എല്ലാം സെല്ല് ചെയ്ത് എടുക്കാം ഗൈസ്. 10 ടോയ്ലറ്റ് പേപ്പർ ഗൈസ്. നമുക്ക് ഇത് നെഗോഷിയേറ്റ് ചെയ്ത് 11 പറഞ്ഞേക്കാം ഗൈസ്. 11 ടോയ്ലറ്റ് പേപ്പർ കിട്ടാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, 11 ടോയ്ലറ്റ് പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 11 ടോയ്ലറ്റ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫുഡ് വാങ്ങിക്കണം. ഇനി വേണ്ടിയിട്ട് നമുക്ക് ഷവ്വലും മേടിക്കണം ഗൈസ്. യെസ് ഗൈസ്, നമുക്ക് പുതിയൊരു ഷവ്വൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് കൊണ്ടുപോയിട്ട് ബെഡിൻ്റെ അടിയിൽ വെക്കാം ഒളിപ്പിച്ചിട്ട്. ഓക്കെ, ഗാർഡ് വരുന്നതിനായിട്ട് പാതിയെ ഗാഡേ ഇവിടെയൊന്നുമില്ലല്ലോ. അയ്യോ ഞാൻ പുറത്തായി. ഞാൻ അറിയാണ്ട് പുറത്തേക്ക് പോയി. ഗാർഡ് വന്നിട്ട് പോയി ഗൈസ്. ഗാർഡ് പോയിട്ടുണ്ട്. വീണ്ടും നമുക്കിത് വീണ്ടും തുറന്നിട്ട് നമുക്ക് കൂടുതൽ കുഴിക്കാം ഗൈസ്. ഈ ടൂളിലെ പേരത്ത് കുഴിക്കും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയതുകൊണ്ട് ഇതെടുത്ത് കുഴിക്കുമ്പോൾ നമുക്ക് വേഗം കുഴിക്കാൻ കഴിയുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് കയറ് മേടിക്കേണ്ടി വരും ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കൽ പണിയായിരിക്കും. ഏതായാലും ഇത് ഒരുമാതിരി ലെവലാക്കി കുഴിക്കട്ടെ. ലെവലാക്കി കുഴിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വാച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്താ കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്തെല്ലോ നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഇതെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് അതേ കുടിക്കാം ഗൈസ്. അവിടെ വരാൻ ഈ സമയം കൊണ്ട് നമ്മൾ എനർജിയും കുറച്ചും കൂടി ഉണ്ട്. കുഴിച്ച് പോവാം. വീണ്ടും ഒരു ഷൂ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ये 10 मिनट प्लीज. ഗൈസ് 10 മണിക്കുണ്ട്. 5 മണിക്ക് വന്നാണ് ഈ കണം ഗൈസ്. നമുക്കിത് കൊണ്ടുപോയിട്ട് ഇവിടെ കളയാം ഗൈസ്. നാളെ നമുക്ക് ഈ സാധനമെല്ലാം ഗാർഡിന് കൊടുക്കാം. ഗാർഡ് വരാൻ ചാൻസ് ഇല്ല, രാത്രി ആയില്ലേ. അതുകൊണ്ട് നമുക്ക് എന്നാലും ഗാർഡിനെ വിളിച്ചോക്കാം. നമുക്കൊന്നും സംഭവിക്കലാക്കല. രാത്രിക്ക് ഗാർഡിന് ഇത് വിൽക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല.
കാർഡ് വരെ നമ്മൾ സ്ലീപ്പ് ചെയ്യാം ഗൈസ്. കാര്യമില്ല കാർഡ് പിടിച്ചിട്ട് സ്ലീപ്പ് ചെയ്യാം. സ്ലീപ്പ് നൈറ്റ്. The next day. ഓക്കെ, നമ്മൾ രാവിലെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ചൂടായിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ആദ്യം കുളിക്കാൻ തുടങ്ങാം. 1 മിനിറ്റ് കൊള്ളിൻ്റെ സമയം അവിടെ വരാൻ. നമുക്ക് ആദ്യം കുളിക്കണം. ഇവിടുന്ന് കയറാൻ നല്ല പണിയാണ് ഗൈസ്. ഇത് കുഴിച്ച് അവസാനം ഇത് കയറാൻ പറ്റാണ്ടാവും ഗൈസ്. നമുക്ക് അടുത്ത തവണ എങ്ങനെയെങ്കിലും കൂടുതൽ ടോയ്ലറ്റ് പേപ്പർ കിട്ടുന്ന ഗൈസ്. കുറേ സാധനം ഞാൻ കളിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി കളിച്ചതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുപാട് സാധനമുണ്ട് ഗൈസ്. അതെല്ലാം കൊടുക്കാം ഗൈസ് കാർഡിന്. നമുക്കിത് ആദ്യം മടക്കി വെക്കണം ഗൈസ്. ഞാനിത് പുറത്ത് വരാണ്ട് ഇത് മടക്കാൻ കഴിയില്ല. ഇതെങ്ങനെ മടക്കാൻ കഴിയത്തെ? മടക്ക് അതായത് ചെയ്തിട്ട് ഇത് മടക്കിയിട്ടുണ്ട്. നമുക്കിത് വേഗം കോണ്ടാക്ട് ചെയ്തിട്ടിടണം. വേഗം ഫ്ലഷ് ചെയ്യണം. കാർഡ് വരും ഗൈസ്. 15 സെക്കൻഡേ ഉള്ളൂ നമുക്ക് സൈഡ് കാണിക്കാം. 10 സെക്കൻഡ് കാർഡ് വരുന്നുണ്ട്. ഓക്കെ, കാർഡ് വരുന്നുണ്ട്. പ്രശ്നമില്ല. നമുക്ക് ഇതെല്ലാം ഇവിടെ കൊണ്ടുപോയിട്ടിടാം. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യം കുറച്ചും കൂടി അധികം ടോയ്ലറ്റ് പേപ്പർ കിട്ടാൻ ഗൈസ്. ഓപ്പൺ മണിക്കണം. നമുക്ക് ഈ സാധനം കൊണ്ടുവെക്കണം. 67 ഇത്തവണ 67 കിട്ടിയിട്ടുണ്ട്. 67 നമ്മൾ കൊടുത്തിട്ടുണ്ട്. 67 വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ വിട്ടു ഗൈസ്. ഏതായാലും നമുക്ക് ഫുഡ് മേടിക്കാം ഗൈസ്. പിന്നെ ഇടുന്ന് 5 ടോയ്ലറ്റ് പേപ്പർ എന്നൊരു ബ്രെഡ് കിട്ടി ഗൈസ്. 5 ടോയ്ലറ്റ് പേപ്പർ കൊടുത്തിട്ട്. ഓക്കെ, ഇവിടെ ഒന്ന് കയറിന് $30. അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 35 $2 ഉണ്ട് കൈ. 35 ടോയ്ലറ്റ് പേപ്പർ ഉണ്ട് ഗൈസ്. 35 ടോയ്ലറ്റ് പേപ്പർ എടുത്തിട്ട് നമുക്ക് വേണം. അത് 50 വേണം ഗൈസ്. നമുക്ക് അടുത്ത കുഴിക്കുന്ന സാധനം കിട്ടാൻ നമുക്ക് 50 വേണം ഗൈസ്. ഗാർഡ് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഗൈസ്. നോക്കറ എന്ത് മാന്യന്മാരാണെന്ന്. കൊടുക്കാത്ത മാന്യന്മാരല്ലേ. നമ്മൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് നമുക്ക് വലിയ ഏറ്റവും ഇത് ടാസ്ക്. പുതിയൊരു കത്ത് വന്നിട്ടുള്ളൂ ഗൈസ്. ഈ കത്തൊന്ന് വായിച്ചോട്ടെ. ഇതിൻ്റെ ഇത് നമുക്ക് എടുക്കണം ഗൈസ്. ഇവിടെ കുഴിക്കാനുള്ള നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അപ്പുറം നമ്മളെ വെയർ ഹൗസ് തുറക്കാനുള്ള ഈ കിട്ടുന്നുള്ളൊരു വഴിയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് ഇദ്ദേഹത്തിൽ കുഴിക്കാന്നിട്ട് ഞാൻ സെറ്റാക്കാം. ടൈം കഴിഞ്ഞ് ഗൈസ്. ഏകദേശം ടൈം കുറവാണ് ഗൈസ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആവും. ഗാർഡ് വരും. അപ്പോൾ നമുക്കൊന്ന് കയറാനും കഴിയത്തില്ല. സാധനം ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വേഗം ഇത് കുഴിച്ച് നമുക്ക് ഇതാക്കണം. ടൈം പാടായില്ല. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പുറത്തെടുക്കാം. കയറ് വെച്ച് നമുക്ക് വേഗം പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഹൈഡ് ചെയ്തിട്ട് ഇത് വേഗം അടച്ചേക്കണം ഗൈസ്. 20 സെക്കൻഡിൽ ഗാർഡ് വരും. ഓക്കെ, ഗാർഡ് വരുന്നുണ്ട് ഗൈസ്. വേഗം മണ്ണും കൂടി എടുത്തിട്ട് കൊണ്ടുവരണം. ഓക്കെ, ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വീണ്ടും നമുക്ക് കുഴിക്കാൻ തുടങ്ങണം. ഗാർഡ് വരുന്നുണ്ട്. ഇത് ഗാർഡിൽ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കുഴിക്കാൻ തുടങ്ങണം ഗൈസ്. എത്ര നമുക്ക് വെറുതെ കുറച്ച് ടോയ്ലറ്റ് പേപ്പർ വന്നിട്ടുണ്ട് ഗൈസ്. സാധനം വിറ്റിട്ടാ ടോയ്ലറ്റ് പേപ്പർ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 38 ടോയ്ലറ്റ് പേപ്പർ വന്നിട്ടുണ്ട്. ഞാൻ ഗാർഡിനെ മണ്ടലാക്കിയിട്ട് കുറച്ച് ടോയ്ലറ്റ് പേപ്പർ വെറുതെ വന്നിട്ടുണ്ട്. എനിക്ക് ഗാർഡ് വരുന്നുണ്ട്. ഗാർഡ് വരുമ്പോഴത്തേക്ക് എല്ലാവരും വീണ്ടും മാന്യന്മാരായി ഗൈസ്. മണ്ടൻ ഗാർഡ്. ഈ കുഴി ഇത്രയും കുഴിക്കുമ്പോൾ നമ്മൾ ഈ കാർപ്പറ്റ് മുകളിൽ കൂടെ പോകുമ്പം
എനിക്കിത് അറിയത്തില്ല, ഇടുന്ന് വീഴത്തില്ലേ, എന്തോ പ്രത്യേകതയുള്ള കാർപ്പറ്റാന്ന് തോന്നുന്നു. ഞാൻ ഇതിന് മുകളിൽ നടന്നാലും ഒന്നാവത്തില്ല എനിക്ക്. ഇത് പാട് സമയത്ത് കണ്ടു വരുമല്ലോ. ഇത് കുറേ അടിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് താഴെ പോയി മുകളിൽ കയറാനും പണിയാവും. ലഞ്ച് ടൈമായി ഗൈസ്. ലഞ്ച് ടൈമായി ഗൈസ്. സമയം വളരെ കുറവാണ്. നമുക്കിത് എളുപ്പിച്ച് വെച്ചിട്ട് ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. 5 മണിക്കാണ് പെണ്ണുമ്പിള കണ്ടിട്ടാ. പെണ്ണുമ്പിള കണ്ടാ ഇപ്പം പിടിച്ചേനെ. ഞാൻ എങ്ങനെയല്ലോ അത് കൊണ്ട് കളഞ്ഞു പറയാം. ഓക്കെ ഞാൻ പോലായി. അയ്യോ, നമ്മളെ സോപ്പ് പറയലിത്. ഇതിന് തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. നമ്മൾ ആ ചങ്ങായിക്ക് അവിടെ നിന്ന് സോപ്പ് പാറ കൊണ്ടെടുക്കണം ഗൈസ്. അത് നമ്മൾ വിട്ടുപോയി ഗൈസ്. അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ സോപ്പ് കുടിക്കാം. എന്നും സോപ്പ് തന്നെയാണ്, എപ്പം നമുക്ക് സോപ്പ് തന്നെ ഇവിടെ. നമുക്ക് വീണ്ടും ബെഞ്ച് പ്രസ് അടിക്കുമ്പോൾ ഇപ്പം നമുക്ക് 10 കിലോ നമുക്ക് ഗൈസ് 2000 years later. നോക്കുന്നത്. ഓക്കെ, അതൊക്കെ ഒന്നുകൂടി നോക്കാം. ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ഇത് ഭയങ്കര പണിയാണ് ഗൈസ്. 110 കിലോ. ഇത് എത്ര പ്രാവശ്യം എന്നറിയാം ഞാനിത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തവണ ടാപ്പ് ചെയ്തിട്ടാണ് ഞാനത് ഇതാക്കിയത്. നല്ല പണിയുണ്ട്. ഇത് കൂടി വരുമ്പോൾ നല്ല പണി ഉണ്ടാവും ഗൈസ്. നമുക്ക് കുറച്ച് എനർജി ഡ്രിങ്ക് മേടിച്ച് കുടിക്കാം. നമുക്ക് ഇനിയും സമയമുണ്ട്. നമുക്ക് എനർജി ഡ്രിങ്ക് ഒന്നുകൂടി ബെഞ്ച് വെച്ചിരിക്കാം. One eternity later. യെസ്, ഒരുപാട് തവണ ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഗൈസ് അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് ഗൈസ്. നല്ല പണിയുണ്ടായിരുന്നു ഗൈസ്. കൂടുതൽ എനർജി ഡ്രിങ്ക് കൂടി കാണിക്കാം ഗൈസ്. നമുക്കിത് എങ്ങനെ തുറക്കണം? തുറക്കാനുള്ള വഴി എന്തുകൊണ്ടായി? ഇത് കീ ഇവിടെ ഉണ്ട് ഗൈസ്. ആ കീ ഞാൻ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവൻ്റെ സെല്ലൊക്കെ നമുക്ക് കയറാൻ കഴിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ എസ്കേപ്പിംഗ് വീഡിയോ ഇത്ര വരെ ഉള്ളൂ. ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്കിത് പരമാവധി കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ടു ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഗൈസ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.